വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ ഇങ്ങ് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ മാരത്തോണും അങ്ങനെ കുറെ ക്ലാസ്സസ്, റിവിഷൻ ക്ലാസ്സസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ എക്സാമിനുള്ള നിങ്ങൾക്ക് വേറെ മാത്സിലെ ഒരു ചാപ്റ്റർ ആണ് അൺചേഞ്ചിങ് റിലേഷൻസ് അഥവാ മാറാത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പറയാം, നമുക്കത് പഠിക്കാൻ ഭയങ്കര ഈസി ആയ ഒരു ചാപ്റ്റർ. ആ ഒരു ആദ്യത്തെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്, ഈ ചാപ്റ്റർ എന്താണ് ഇതിൽ പറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അപ്പോൾ അത് എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇതാണ് നമ്മുടെ മിന്നുക്കുട്ടി. അപ്പോൾ മിന്നുക്കുട്ടിയുടെ കയ്യിൽ ഒരു പിഗ്ഗി ബാഗ് ഉണ്ട്. കണ്ടോ, ഒരു പിഗ്ഗി ബാങ്ക് ഉണ്ട് നമ്മുടെ മിന്നുക്കുട്ടിയുടെ കയ്യിൽ. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കുഞ്ചിയില്ലേ, നമ്മുടെ പൈസയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കുഞ്ചി നമ്മുടെ മിന്നുക്കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാ പൈസയും കൂടെ മിന്നുക്കുട്ടി എടുത്തു നോക്കി. ഒരു ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. മിന്നുക്കുട്ടിയുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മിന്നുക്കുട്ടി എന്ത് ചെയ്തു, ഇതിൽ എത്ര പൈസ ടോട്ടൽ ഉണ്ട് നോക്കി. എണ്ണി നോക്കിയപ്പോൾ മിന്നുക്കുട്ടിക്ക് 100 രൂപ അഥവാ 100 റുപ്പീസ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? കോയിൻസ് ഉണ്ട്, നോട്ടുകളുണ്ട്, അങ്ങനെ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞിട്ട് 100 രൂപയാണ് നമ്മുടെ മിന്നുക്കുട്ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ മിന്നുക്കുട്ടി ആദ്യം ചെയ്ത കാര്യം എന്ന് പറയുന്നത് 10 രൂപയുടെ ഒരു പെന്ന് വാങ്ങി. 10 രൂപയുടെ ഒരു പെന്ന് വാങ്ങി. അപ്പൊ നമ്മുടെ മിന്നുക്കുട്ടിക്ക് ബാക്കി എത്ര രൂപയായിരിക്കും കയ്യിലുണ്ടാവുക? ആകെ 100 രൂപയായിരുന്നു മിന്നുക്കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത്. 10 രൂപയ്ക്കാണ് ഒരു പേന വാങ്ങിയത്. അപ്പൊ ബാക്കി എത്ര രൂപയായിരിക്കും ഉണ്ടാവുക? നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്കി വരുന്നത് 90 രൂപ അഥവാ 90 റുപ്പീസ് ആയിരിക്കും നമുക്ക് ബാക്കി ഉണ്ടാവുക അല്ലേ? അപ്പൊ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ബാക്കി പഠിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേടാ, 20 രൂപയുടെ പെൻ അഥവാ 20 റുപ്പീസിന്റെ പെന്നായിരുന്നു നമ്മൾ വാങ്ങിയതെങ്കിൽ, 20 റുപ്പീസിന്റെ പെന്നായിരുന്നു നമ്മൾ വാങ്ങിയതെങ്കിൽ നമുക്ക് ബാക്കി എത്രയായിരിക്കും ഉണ്ടാവുക? ബാക്കി നമുക്ക് 80 റുപ്പീസ് അഥവാ 80 രൂപയായിരിക്കും നമുക്ക് ബാക്കി ഉണ്ടാവുക. നമ്മൾ സബ്ട്രാക്ഷനൊക്കെ പഠിച്ചവരാണ്, സബ്ട്രാക്ഷനും അഡീഷനൊക്കെ നല്ലപോലെ അറിയുന്നവരാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് അറിയാമെന്ന് എൻ്റെ മക്കൾ പറയുന്നുണ്ടാകും. അപ്പൊ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സാധനം നിങ്ങൾ നോക്കാം. 100 രൂപയിൽ നിന്ന് ചെലവാക്കിയ രൂപ കുറച്ചതാണ് മിച്ചമുള്ള രൂപ അല്ലെ? അതായത് ബാക്കി വന്ന പൈസ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 100 രൂപയിൽ നിന്ന് നമ്മൾ ഈ ചെലവാക്കിയ പെന്നിന് വേണ്ടി ചെലവാക്കിയ രൂപ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മിച്ചമുള്ളത് അഥവാ ബാക്കി വന്നത് നമുക്ക് കിട്ടും അല്ലേ? അതേപോലെ തിരിച്ചു നമുക്ക് നോക്കാലോ. 100 രൂപയായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ ബാക്കി 90 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെന്നിന് എത്ര രൂപയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, 100 മൈനസ് 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ കിട്ടും. അതായത് 100 രൂപയിൽ നിന്ന് ബാക്കിയുള്ള രൂപ കുറച്ചതാണ് ചെലവാക്കിയ രൂപ അല്ലെ? ദ മണി ലെഫ്റ്റ് സബ്ട്രാക്റ്റഡ് ഫ്രം 100 റുപ്പീസ് ഗീവ്സ് ദ മണി സ്പെൻറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കോൺസെപ്റ്റും കൂടെ. ഈ എത്ര രൂപയാണ് ഇവിടെ ചെലവാക്കിയത് എന്ന് നമുക്കറിയില്ല, ടോട്ടൽ ഉള്ളത് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കറിയാം 10 രൂപയാണ് പേനയ്ക്കായത്, 90 രൂപയാണ് ബാക്കി വന്നത്. അതായത് ചെലവാക്കിയത് 10 രൂപയാണ്, ബാക്കിയുള്ളത് 90 രൂപയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ എത്ര രൂപയാണുള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 10ഉം 90ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. അതായത് 20ഉം 80ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. ചെലവാക്കിയ രൂപയും ബാക്കിയുള്ള രൂപയും കൂട്ടിയാൽ 100 രൂപയാകും. സെറ്റ് അല്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 128 rupees was spent and 99 rupees is left. How much money was there at first? അതായത് ചിലവാക്കിയത് എത്ര രൂപയായിരുന്നു? 128 രൂപയാണ് ചിലവാക്കിയത്. അതേപോലെയോ 99 രൂപയാണ് ബാക്കിയുള്ളത് അഥവാ മിച്ചമുള്ളത് എന്ന് പറയുന്നത് 99 രൂപയാണ്. നമ്മളോട് ചോദിച്ചത് എന്താ? ഹൗ മച്ച് മണി വാസ് ദർ അറ്റ് ഫസ്റ്റ്. നമ്മളിതാ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ, നമ്മുടെ ചിലവാക്കിയതും മിച്ചമുള്ളതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര റുപ്പീസ് ഉണ്ടാകും, ടോട്ടൽ കയ്യിൽ എത്ര ഉണ്ടാകും എന്ന് മനസ്സിലാകുന്നു. അപ്പൊ മക്കളെ, ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര രൂപയാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ? ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര രൂപ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാകും. ഇത് നിങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയും ഇങ്ങനെ 128 എടുത്ത് 99 എടുത്ത് ഇങ്ങനെ 8+9 ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകും അല്ലേ? അതിലും ഈസി ആയിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് മിസ് പറഞ്ഞുതരാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഇവിടെ നമ്മൾ ഈ 99നെ 100 ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, 99നെ നമ്മൾ 1 കൂട്ടിക്കഴിഞ്ഞാൽ 100 ആവുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ നമ്മൾ ഒരു -1 ചെയ്യാം. 128ൽ നിന്ന് 1 കുറയ്ക്കുക. ഇവിടെ നമ്മൾ എന്താണോ കൂട്ടുന്നത് അത് നമ്മൾ ഇവിടെ കുറച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ എത്രയാടാ? 127 +
100 വരും അല്ലേ. അത് എത്ര വരും? 227 അഥവാ 227 എന്ന് ആൻസർ കിട്ടും. അപ്പോ ഒരു തുക നമുക്ക് തന്നിട്ടുണ്ട്. ആ തുകയിൽ ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ 1 കുറച്ചു, അതേ തുകയിലെ അടുത്ത സംഖ്യയോട് നമ്മൾ 1 കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും എന്നാ പറയുന്നത്? നമുക്ക് സെയിം നമ്പർ ആയിരിക്കും കിട്ടുന്നത് എന്നാണ് ഈ ഒരു കാര്യം പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു തിയറി ഒന്ന് വായിച്ചു നോക്കിയാലോ അല്ലേ. 2 സംഖ്യകളുടെ തുകയും അതിലൊന്നിനോട് ഒരു സംഖ്യ കൂട്ടിയതും മറ്റേതിനോട് അതേ സംഖ്യ കുറച്ചതുമായ സംഖ്യകളുടെ തുകയും ഒന്ന് തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ 1 ആണ് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1 തന്നെ ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾ 1 കുറച്ചിട്ട് ഇവിടെ നിങ്ങൾ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടില്ല. സെയിം ആയിരിക്കണം നിങ്ങൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതും. ഇത്രയും നമുക്ക് പറയുന്നുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. 137 പ്ലസ് 199 ഇത് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ പറ്റുക എപ്പോഴാണ്? 199 199 200 ആയാൽ നമുക്ക് ഈസി ആയിട്ട് കൂട്ടാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിനെ മിസ് എന്ത് ചെയ്തു? ഇതിനോട് മിസ് 1 ആഡ് ചെയ്തു. അപ്പൊ മിസ് ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ മിസ് 1 കുറയ്ക്കാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 136 പ്ലസ് 200. ഇതിനെ നിങ്ങൾ കൂട്ടി നോക്കടാ. ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 3 അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 336 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതേപോലെ ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. 375 298. അപ്പൊ ഇവിടെ ഏത് സംഖ്യ ആയിരിക്കും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണെങ്കിൽ 298 അല്ലേ. അതിന് നമുക്ക് 300 ആക്കിക്കൂടെ? 300 ആക്കാൻ എന്താ വേണ്ടത്? 2 ആഡ് ചെയ്താൽ മതി, അഥവാ 2 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ 2 കുറയ്ക്കും. ഇവിടെ എത്ര വരും? 373 ഇവിടെ എത്ര വരും? 300 വരും. അപ്പൊ ഇത് രണ്ടും സെയിം ആൻസർ ആണോ തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക്, ഒരു കുഞ്ഞ് ആക്ടിവിറ്റി ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ അടുത്തോണ്ട് നിൽക്കുകയാണ്. അപ്പൊ മിസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ വജ്ര ബാച്ചിൽ അടിപൊളിയായിട്ട് റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. എക്സാമിന്റെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പൊ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കിയിട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സിന്റെ എല്ലാ റിവിഷൻസും അതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനിയും നിങ്ങൾ സമയം വൈകിക്കരുത് എന്നാണ് മിസ് പറയുന്നത്. മാത്രമല്ല ഇത് ബെസ്റ്റ് ടൈമാണ്. കാരണം നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ച് 30% ഓഫിലാണ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ പാട് നിങ്ങൾ ഇതിലേക്ക് വിളിച്ചോളൂ. നിങ്ങൾക്ക് വേഗം അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുമായിട്ട് മിസ് വരുന്നതായിരിക്കും. വീഡിയോ ആയിട്ടും വരുന്നുണ്ടാകും, ലൈവായിട്ടും വരുന്നുണ്ടാകും. അപ്പോൾ മക്കളെല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.